ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇനി എന്താ പരിപാടി? എറണാകുളം വിശ്വാസ സംരക്ഷണ സംഗമം കഴിഞ്ഞു. അത് മഹാവിജയമായി. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി. പങ്കാളിത്തം കൊണ്ടും ആസൂത്രണം കൊണ്ടും അച്ചടക്കം കൊണ്ടും സഹകരണ മനോഭാവം കൊണ്ടും പ്രാർത്ഥനാ അരൂപി കൊണ്ടും ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ടുമെല്ലാം വളരെ 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 ഗംഭീരമായിരുന്നു നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ സംഗമം. അതിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടു. മാണിപ്പറമ്പിലച്ച, അച്ഛൻ്റെ പ്രഭാഷണം എല്ലാവരുടെയും ഹൃദയത്തിൽ തുളച്ചു കയറി. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് ശക്തി പകർന്നു. ബസലിക്ക പോലുള്ള ചില പ്രധാന പള്ളികളിൽ നിന്നും ഏകദേശം 100 ആളുകൾ വരെ പങ്കെടുത്തു. ധാരാളം പേര് പാര വയ്ക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ ചെറുത്ത് തോൽപ്പിച്ചു. അങ്ങനെയാണ് 100ഓളം പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരുപാട് അഭിനന്ദന പ്രഭാവങ്ങളും കർത്താവിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളെല്ലാം ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗംഭീരമായിരുന്നു നമ്മുടെ വിശ്വാസ സംരക്ഷണ സംഗമം. മാത്രമല്ല, ഈ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ വളരെ വലിയ സൈബർ ആക്രമണവും ഉണ്ടായി. എനിക്കെതിരെ മാത്രമല്ല, സഭാനുകൂലികൾക്കെതിരെ, അതായത് സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. ഇത് തോറ്റു തൊപ്പിയിട്ടു എന്ന് പ്രചരിപ്പിക്കാനായിട്ട്, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. ഈ സമ്മേളനം, ഈ വിശ്വാസ സംരക്ഷണ സംഗമം എത്രമാത്രം സഭാവിരുദ്ധരെ വിരളി പിടിപ്പിക്കുന്നു എന്നതിനുള്ള തെളിവാണിത്. അവർ സത്യം പറഞ്ഞോട്ടെ, സത്യം പറഞ്ഞിട്ട് ഇതിൻ്റെ പരാജയങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് പരാജയമാണെന്ന് പറയുകയാണെങ്കിൽ വിരോധമില്ല. പക്ഷേ ഈ നുണ പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് ഇങ്ങനെ ഇത് പരാജയമായി എന്ന് വരുത്തി തീർക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അത് അവരെ വിരളി പിടിപ്പിക്കുന്നു. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മുമ്പിലുണ്ട്. അതേ ചോദ്യം വിശ്വാസികളുടെ ഇടയിലുമുണ്ട്. അത് പ്രസാദാത്മകമായ ഒരു കാര്യമാണ്. വിശ്വാസ സംരക്ഷണ സംഗമം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് നവംബർ 9 ഞായറാഴ്ച, സീറോ മലബാർ സഭയിലെ 2 മെത്രാന്മാർ എന്നെ വിളിച്ചു. വ്യത്യസ്ത സമയങ്ങളിൽ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. അങ്ങനെ മെത്രാന്മാർ വിളിച്ച് അഭിനന്ദനം അറിയിച്ചത് വലിയ അംഗീകാരമായി കരുതുകയാണ്. എനിക്ക് മാത്രമല്ല, ഈ വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചവർക്ക്, പങ്കെടുത്തവർക്ക്, ആസൂത്രണം ചെയ്തവർക്ക്, അന്നത്തെ പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി നടത്തിയവർക്ക്, പ്രസംഗിച്ചവർക്ക്, പിന്നെ ഇതിനു വേണ്ടി എന്തുമാത്രം ഒരുക്കങ്ങൾ നടത്തി, എന്തുമാത്രം സജ്ജീകരണങ്ങൾ ഒരുക്കി, അങ്ങനെ എല്ലാവർക്കുമുള്ള അംഗീകാരമായി ഈ 2 മെത്രാന്മാരുടെ ഫോൺ വിളി ഞാൻ കരുതുകയാണ്. അത് 2 മെത്രാന്മാരുടെ മാത്രം അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം അവർ പങ്കുവെച്ചത് ഒരു പക്ഷേ പല മെത്രാന്മാരുടെയും വികാരം തന്നെയാണ്. അപ്പോൾ ഈ സമ്മേളനം കഴിഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് 2 പേരിങ്ങനെ അഭിനന്ദിച്ചത് വളരെ പ്രസാദാത്മകമായ ഒരു പ്രതികരണമായി, മെത്രാന്മാരുടെ പക്കൽ നിന്നുള്ള വലിയ നല്ല പ്രതികരണമായി എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങളോട് ഞാനത് പങ്കുവെക്കുകയാണ്. 2 ദിവസം മുമ്പ് പങ്കുവെക്കണമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായതുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഈ അഭിനന്ദനെല്ലാം അറിയിച്ചു കഴിഞ്ഞ് അതിൽ ഒരു മെത്രാൻ എന്നോട് ചോദിച്ചു, ഇനി എന്താണ് പരിപാടി? ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വാസ്തവത്തിൽ ഇത് എല്ലാവരുടെയും ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസികളുടെ ചോദ്യങ്ങളും മെത്രാന്മാരുടെ ചോദ്യങ്ങളും, ഒരുപക്ഷെ ഈ അൽമായ മുന്നേറ്റക്കാരും സഭാവിരുദ്ധരായ വിമത വൈദികരും അവരെല്ലാവരും ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി? ആ മെത്രാനോട്, പിതാവിനോട് ഞാൻ പറഞ്ഞ മറുപടി അതൊന്നും ഇവിടെ എല്ലാം വെളിപ്പെടുത്താൻ കഴിയില്ല. അത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം അദ്ദേഹത്തിന് അറിയാൻ പാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു. അത് നമുക്കിവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത് വെറുമൊരു സമ്മേളനമോ
സംഘാടനമോ ആയിരുന്നില്ല. കൃത്യമായ ആസൂത്രണത്തോടെ നാം വിളിച്ചു കൂട്ടിയപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തില്ല. ആ തീരുമാനങ്ങളെല്ലാം സമയം ആകുമ്പോൾ അറിയിക്കേണ്ടവയാണ്. എല്ലാം കൂടി മുൻകൂട്ടി അറിയിക്കാൻ കഴിയുന്നതല്ല. ഏത് സംഘടനയ്ക്കും അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾക്ക് ഒരു അച്ചടക്കത്തോടു കൂടി പോകുമ്പോൾ അതിന് ചില കാര്യങ്ങൾ ചില സമയത്ത് വെളിപ്പെടുത്താൻ കഴിയും. അപ്പോൾ ചില തീരുമാനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ പരസ്യമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ കേഡർമാർ, പാർട്ട് ടൈം കേഡർമാർ, ഫുൾ ടൈം കേഡർമാർ, പിന്നെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലുള്ള, അതായത് എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ മാത്രമല്ല മറ്റു രൂപതകളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ആളുകൾ പോലും ഞങ്ങൾക്കും കേഡർമാരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു വേദി അച്ഛൻ ഒരുക്കുകയില്ലേ എന്നെല്ലാം ചോദിച്ച് വിളികളുണ്ടായിരുന്നു. ഇവിടെ നിന്നും, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പോലും വേറെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ വെച്ച നിർദ്ദേശങ്ങൾ കൂടാതെ അച്ഛൻ ഇതുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞ് പലരും സന്ദേശങ്ങൾ ഇട്ടു. അതെല്ലാം ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പരിഗണിക്കും. എല്ലാ നിർദ്ദേശങ്ങളും ഒരുപോലെ നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല, നടപ്പാക്കേണ്ട ആവശ്യവുമില്ല. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടാണ് നടപ്പാക്കുക. അപ്പോൾ ഫുൾ ടൈം കേഡർമാരായിട്ട് വരാൻ മുന്നോട്ട് വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ കുറച്ച് പേരുണ്ടാകൂ എന്ന് വിചാരിച്ചേ. കാരണം ചിലപ്പോൾ വീട്ടിൽ ചോദിക്കണം, വീട്ടുകാരും ചർച്ച ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഒരു 5 ഇരട്ടിയാണ് നല്ല പ്രതികരണമുണ്ടായത്, പ്രസാദാത്മകമായി പ്രതികരണമുണ്ടായത്. അതെല്ലാം നമ്മൾ ആവേശം കൊണ്ട് നിറയ്ക്കുകയാണ്. ദൈവം തോന്നിപ്പിച്ചതാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കേഡർമാർ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഇനിയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അത് ഈ കേഡറിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വലിയ പരിശീലനമൊക്കെ ആവശ്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 6 മാസം പരിശീലനം കഴിയുമ്പോഴേക്കും അവർ ഫീൽഡിലേക്ക് ഇറങ്ങും. അപ്പോൾ അടുത്ത ഘട്ടം വരും. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പായി കഴിഞ്ഞാലും ഈ കേഡർമാർക്ക് പണിയുണ്ടാകും. അത് ലോകാവസാനം വരെ ഉണ്ടാകും. അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വഴിയെ ഞാൻ നിങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്കന്ന് നേരം കിട്ടിയില്ല. ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് പ്രസംഗങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പ്രസംഗങ്ങളൊക്കെ തീർക്കേണ്ടതുണ്ടായതുകൊണ്ട് നമുക്ക് വിചാരിച്ച അത്രയും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ഉദാഹരണം പറഞ്ഞാൽ ഓരോ ഫ്രോണിക്ക് 5 വീതം പ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്ന് ഞാനൊരു നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പേരുകളുണ്ട്, രജിസ്റ്റർ ചെയ്തവരുടെ പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ആ തിരഞ്ഞെടുപ്പൊക്കെ നടത്താം. അതുകൂടാതെ ഈ പല കോണുകളിൽ നിന്നും വളരെ നല്ല നല്ല നിർദ്ദേശങ്ങൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വളരെ മനോഹരമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കും. ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന, നിങ്ങൾ വെച്ചിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും, ഞാൻ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും, ആ മീറ്റിങ്ങിൽ ഉണ്ടായ നിർദ്ദേശങ്ങളും, ഇനി ഇതിൻ്റെ മീറ്റിങ്ങുകളും ഫർദർ മീറ്റിംഗ്സ് എല്ലാം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കുകയും ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കൃത്യമായ പദ്ധതികൾ എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണമെന്നതിനൊക്കെ നമുക്കൊരു ആശയമുണ്ട്. അതെല്ലാം നിങ്ങളെ അറിയിക്കും. അത് ബന്ധപ്പെട്ടവർ നിങ്ങളെ അറിയിക്കും. അതിനുള്ള നിങ്ങൾക്കറിയാവുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം ആരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, ആരാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ഈ സമ്മേളനത്തിൽ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. മറ്റുള്ളവർ ഇനിയൊരു സമ്മേളനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത 1000 പേരുണ്ട്. ആ 1000 അല്ലെങ്കിൽ 1100 പേര്, ആ 1100 പേർക്കറിയാം ഈ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്, ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എല്ലാം ആസൂത്രണം ചെയ്ത് എങ്ങനെയാണ്, പദ്ധതികൾ എങ്ങനെയാണ് നടപ്പാക്കുക എന്നതിനൊക്കെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചു കാണും. മറ്റു കാര്യങ്ങളൊക്കെ വഴിയെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ എന്താണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മെത്രാന്മാർ ചോദിക്കുന്നു, സത്യവിശ്വാസികൾ ചോദിക്കുന്നു. അതിനുള്ളൊരു മറുപടിയാണ്, പരോക്ഷമായ മറുപടിയാണ് ഞാനിവിടെ നൽകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയെ പറ്റൂ.
പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അതായത് ഏകീകൃത കുർബാന മാത്രം എന്ന തീരുമാനം മെത്രാന്മാർ നടപ്പാക്കാതിരിക്കാൻ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും പുതിയ സമരമാർഗങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റാൻ ശ്രമിക്കും. അതായത് ഏകീകൃത കുർബാനയെ തടയാൻ ഇനിയും ധാരാളം സമ്മർദ്ദങ്ങൾ അവർ ചൊലുത്തും. പുതിയ തന്ത്രങ്ങളും സമരമാർഗങ്ങളും അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വിശ്വാസ സംരക്ഷണ സംഗമം കണ്ടിട്ട് അവർ വല്ലാതെ വിരളി പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിങ്ങനെ ഈ സമവായ വിഷം നമ്മൾ കുടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ സമവായമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഈ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും തന്നെ നല്ല ബോധ്യമുണ്ട്. ഒരുപക്ഷെ മെത്രാന്മാർക്കും ബോധ്യമുണ്ട്. അതിനാൽ പുതിയ സമരമാർഗങ്ങളും സമ്മർദ്ദ രീതികളും ഒക്കെ അവർ പയറ്റാൻ നോക്കും. പണ്ടത്തെ ശക്തിയൊന്നും നമുക്കില്ലെങ്കിൽ പോലും പയറ്റാൻ നോക്കും. അതിന് ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഈ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്കും സമര രീതികൾക്കും തടയിടണമെങ്കിൽ നാം ദ്രുതഗതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ദ്രുതഗതിയിൽ ഒരല്പം തിടുക്കം വേണം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഫൊറോനയിലും ഓരോ ഇടവയിലും നമുക്ക് ജാഗ്രത സമിതികൾ വേണമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ജാഗ്രത സമിതികൾ വേണം, പ്രതിനിധികൾ വേണം, അങ്ങനെ പല കാര്യങ്ങളും വേണം. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ വലിയ ആവേശത്തിലാണ്. ഈ സമ്മേളനം നമുക്ക് നൽകുന്ന ആവേശം, തീക്ഷ്ണത ചെറുതല്ല. നമുക്ക് ലഭിച്ച വീര്യം ചോർന്നു പോകാതെ, ആവേശവും തീക്ഷ്ണതയും ഊർജവും ചോർന്നു പോകാതെ അത് ഊർജം കൂടുതൽ സംഭരിച്ച് നാം മുന്നേറേണ്ടതുണ്ട്. ഞാൻ അന്ന് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായാണ് സഭ. അതൊരു വെറും ഒരു സംഘടനയല്ല. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായാണ് കത്തോലിക്ക സഭ. അങ്ങനെ നാം കൈക്കൊണ്ട പരിശുദ്ധ റൂഹയാണ് നമ്മെ ദൈവത്തിന്റെ ജനമാക്കി മാറ്റുന്നത്. നമ്മെ ദൈവജനമാക്കി മാറ്റുന്നത് നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന പരിശുദ്ധ റൂഹയാണ്. അപ്പോൾ നാം ദൈവജനമായിരിക്കുന്നത് ഈശോ മിശിഹായിൽ വിശ്വസിക്കുകയും പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഒരേ പരിശുദ്ധാത്മാവിനെയാണ് എല്ലാ ദൈവജനവും സ്വീകരിക്കുന്നത്. അങ്ങനെ ദൈവജനമായി മാറുന്നു. അപ്പോൾ ദൈവജനമായ നമ്മൾ തന്നെയാണ് സഭയായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വാക്യത്തിൽ ഈശോ മിശിഹാ പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും. ജീവജലം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്ന് എല്ലാവർക്കും അറിയാം. തന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പാർശ്വം പിളർന്ന് ജീവജലം ഒഴുകിയതുപോലെ യേശുവിന്റെ പാർശ്വത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയിൽ നിന്നും ജീവജലത്തിന് അരുവികൾ ഒഴുകും. ഇതാണ് കുട്ടികൾക്ക് മാമോദിസ കൊടുക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ പരിശുദ്ധാത്മാവ് ഒഴുകും. ഇതെന്തൊരു വലിയ ഒരു സത്യമാണെന്ന് നോക്കൂ. അപ്പോൾ ദൈവജനമായ നമ്മൾ തന്നെയാണ് സഭ. നാം ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചൊരിയപ്പെട്ടിട്ടുള്ളത് കൊണ്ട്, നാം ദൈവജനമായ സഭയായി മാറുന്നത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഈ സഭ എന്ന് വരും. ഇതൊരു ഒരു 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 പ്രക്രിയയാണ്. ചുരുക്കത്തിൽ ഈ സഭ, ദൈവജനം എന്ന സഭ നമ്മളാണ് നമ്മുടെ സഭയെ രക്ഷിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ സഭയെ കാത്തു നോക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്. അത് ഓരോരുത്തർക്കും നൽകപ്പെടുന്ന ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറണമെങ്കിൽ ഉടനെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഈ പരിശുദ്ധാത്മാവുള്ള ഐക്യതയിൽ നാം ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കണം. പരിശുദ്ധാത്മാവുള്ള ഐക്യതയിൽ നാം നിലനിൽക്കണം. നമ്മുടെ ശക്തി സഭാവിരുദ്ധർ തിരിച്ചറിയുന്നത് നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരിക്കുമ്പോൾ മാത്രമാണ്. ഈ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും പരിശുദ്ധാത്മാവിന് ശക്തിയില്ല എന്ന് നമ്മൾ പറയുന്നു. അത് ശരിയുമാണ്. നമുക്കതുണ്ടാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് ശക്തിയിൽ ഈ അഭിഷേകത്തിൽ നമ്മൾ നിന്നേ പറ്റൂ. അഭിഷേകം എന്ന് പറയുന്നത് ആവാസമാണ്. ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിറയാനുള്ള എളിമയും വിനയവും വേണം. ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ അത് ചെറിയ തോതിൽ അത് പ്രകാശിതമായി. തുടക്കം തന്നെ പ്രാർത്ഥന, അല്ലേ, സംഗീതവും പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പും
ജപമാലയും അങ്ങനെ പ്രാർത്ഥനകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ അപ്പോൾ തന്നെ അച്ചടക്കം വന്നു. അപ്പോൾ തന്നെ ആസൂത്രണത്തിന്റെ വിവിധ ഭാവങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി. സഹകരണ മനോഭാവം ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന ഒരു സമുദായമായി മാറി. അപ്പൊ ഈ സമ്മേളനത്തിന് ഏറ്റവും വലിയ സവിശേഷത ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിൽ നിലനിൽക്കാനുള്ള നമ്മുടെ സന്നദ്ധതയായിരുന്നു. അത് കുറെ കൂടി ഒന്ന് വളർത്തണം, അത് കുറെ കൂടി വളരണം. എങ്കിലേ നമ്മുടെ സമരം, അതായത് സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സമരം, സഭാ വിരുദ്ധർക്കെതിരെയുള്ള സമരം, അൽമായി മുന്നേറ്റക്കാർക്കെതിരെയുള്ള സമരം, മെത്രാന്മാരുടെ നിസ്സംഗതയ്ക്കെതിരെയുള്ള നമ്മുടെ മുന്നേറ്റം, അത് ശക്തി പ്രാപിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം. 2, ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലേ? ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈശോമിശിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് മാമോദിസയിൽ ചോദിക്കുന്നത്. അത് വിപുലീകരിച്ചതാണ് വിശ്വാസ പ്രവർത്തന 3 ഭാഗങ്ങൾ. ഒന്നാം ഭാഗം പിതാവിനെ കുറിച്ച്, നടുഭാഗം ക്രിസ്തുവിനെ കുറിച്ച്, മൂന്നാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത് സഭയെ കുറിച്ചും ഉള്ളത് കൂടിയാണ്, സഭയെക്കുറിച്ചും കൂതാശകളെക്കുറിച്ചും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരായി ഞങ്ങള്? നമ്മളെല്ലാവരും, ഈ ദൈവജനമായ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് കുടുംബ പ്രാർത്ഥന? എന്തിനാണ് കരിസ്മാറ്റിക് സമുദായം? എന്തിനാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്? എന്തിനാണ് ജപമാല? എന്തിനാണ് കുടുംബ പ്രാർത്ഥന? എന്തിനാണ് യാമപ്രാർത്ഥനകൾ? അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒരു ലക്ഷ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പണ്ട് 4-ാം നൂറ്റാണ്ട് വരെ ക്രീഡ്, വിശ്വാസ പ്രമാണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സിംബോളും എന്നാണ്. സിംബോളും. ബാല്ലോ എന്ന വാക്കിന്, ഗ്രീക്ക് വാക്കിന് എറിയ എന്നർത്ഥം. സിൻ എന്ന് വെച്ചാൽ ഒരുമിച്ച് എറിയുക എന്നാണ് അതിൻ്റെ ആക്ഷരിക. പക്ഷേ ഒന്നിച്ചിടുക എന്നൊരർത്ഥമുണ്ട്. ഒന്നിച്ചിടുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സിംബോളും ഒന്നിച്ചു വരിക, ഒന്നിച്ചിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്ക് ഉത്ഭവിക്കുന്നത് ഒരു മിത്തോളജിയിലാണ്, ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് മിത്തോളജിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണും ഒരാളായിട്ടാണ്, 2 ആളായിട്ടല്ല, ആണും പെണ്ണും ഒരാളായിട്ട്. ആ ആൻഡ്രോ ഗ്യുണ എന്ന് പറയാം. ആൻഡ്രോസ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഗ്യുണ എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി, ഗ്യുണ എന്ന് പറഞ്ഞാൽ സ്ത്രീ. ആണും പെണ്ണും ഒരാളായിരുന്നു. ഒരു വശം ആണിനെ പോലെയും മറുവശം സ്ത്രീയെ പോലെയും. ഈ ആൻഡ്രോ ഗ്യുണ എന്ന് പറയുന്ന ആ ആള് ദൈവത്തെ ധിക്കരിച്ചു. ദൈവം അവരെ 2 ആക്കി. ഒരു ഭാഗം പുരുഷനായി, ഒരു ഭാഗം സ്ത്രീയായി. പക്ഷേ മൗലികമായിട്ട് അവർ ഒന്നായിരുന്നത് കൊണ്ട് അവരുടെ മനസ്സിൽ ഒരുമിച്ച് വരിക, ഈ ആണും പെണ്ണുള്ള ആകർഷണമുണ്ടല്ലോ, അതിൻ്റെ ഒരു പശ്ചാത്തലം ഇത് തന്നെയാണ്. ഈ മിത്തോളജിയിലേക്ക് ബെനഡിക്ട് മാർപ്പാപ്പ കൈ ചൂണ്ടുന്നുണ്ട്. അദ്ദേഹത്തിന് 1-ാമത്തെ ചാക്രിക ലേഖനത്തിൽ ദേവസ് കാരിത്താസ് എസ്തർ, ദൈവം സ്നേഹമാകുന്നു എന്ന ആ ചാക്രിക ലേഖനത്തിൽ ഈ മിത്തോളജിയിലേക്ക് ബെനഡിക്ട് മാർപ്പാപ്പ കൈ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് വരിക, ദൈവവും നമ്മളും ഒരുമിച്ച് വരിക, അതാണ് വിശ്വാസം. വിശ്വാസ പ്രമാണത്തിൽ കൊടുത്ത വാക്കെന്താണ്? സിംബോളും എന്ന് വെച്ചാൽ ഒന്നിച്ച് വരിക. ദൈവവും മനുഷ്യരും വിശ്വസിക്കുന്നവരും ഒരുമിച്ച് വരിക, അതാണ് വിശ്വാസത്തിന് 1-ാമത്തെ ഘട്ടം. 2, എൻ്റെ വിശ്വാസം അത് തനിയെടുത്താൽ ഒരു ഈർക്കിലി പോലെ ബലമില്ലാത്തതാണ്, എളുപ്പത്തിൽ ഒടിക്കാം. ഇപ്പം നമുക്ക് കുടുംബത്തിൽ തുടർച്ചയായ രോഗങ്ങൾ വരിക, അല്ലെങ്കിൽ തുടർച്ചയായ ചില ആത്മഹത്യകൾ, അങ്ങനെ നമ്മുടെ വിശ്വാസം ദുർബലമാകണമെന്നില്ല, ദുർബലമാകാം. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഈർക്കിലി പോലെ ദുർബലമാകാം. എല്ലാവരും ഒരുമിച്ച് വരികയാണ്. നമ്മുടെ ഈർക്കിലി പോലെ ഇരിക്കുന്ന വിശ്വാസം നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല ഈർക്കിലി ഇല്ലേ കൂട്ടി ഒരേ ദൈവവചനം കൂട്ടിക്കെട്ടും. അപ്പം എന്താ? ചൂല് പോലെയാവും. ചൂലുമ്പോൾ ഒടിക്കാൻ പറ്റുമോ? ഇല്ല, ചൂലങ്ങനെ ഒടിക്കാൻ പറ്റില്ല. പല ഈർക്കിലികൾ കൂട്ടിച്ചേർന്ന് ഒരേ ദൈവവചനം കൊണ്ട് നമ്മുടെ വിശ്വാസം ദുർബലമായ നമ്മുടെ വിശ്വാസം അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്തിൽ കൂട്ടിക്കെട്ടും. അപ്പോൾ അത് ബലമായി. ലത്തീൻ കുർബാനയിൽ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നമ്മൾ പറയുന്നുണ്ട്, ഞങ്ങളെ നോക്കുക, ഞങ്ങളുടെ പാപങ്ങളല്ല നിന്റെ സഭയുടെ വിശ്വാസത്തെ നീ നോക്കുക. ഞങ്ങളുടെ പാപങ്ങളല്ല നീ നോക്കേണ്ടത്, സഭയുടെ വിശ്വാസം. ഇങ്ങനെ ദുർബലമായ പല വിശ്വാസങ്ങൾ ചേർന്ന് അതെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്താൽ കൂട്ടിക്കെട്ടുമ്പോൾ അത് സഭയുടെ വിശ്വാസമായി മാറും, ഉറപ്പുള്ള വിശ്വാസം. ഇതാണ് ഞങ്ങൾ എന്ന് പറയണേ. ഇവിടെ വിശ്വാസം എറണാകുളം അങ്കമാലി രൂപതയിലും ഇരിങ്ങാലക്കുടയും തൃശ്ശൂരൊക്കെ ഉണ്ട് സാഹചര്യങ്ങൾ, മറ്റ് രൂപതകളിലും കാണും. ഞങ്ങൾ എന്നൊരു കൂട്ടായ്മയായിട്ട് മാറണം. ഒരേ ദൈവവചനം നമ്മൾ കൂട്ടിക്കെട്ടാനായിട്ട് നമ്മൾ അനുവദിക്കണം. അങ്ങനെ ഈ സത്യവിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് പ്രാർത്ഥിക്കാനുള്ള കൂട്ടായ്മ മാത്രമല്ല,
കുർബാനയിൽ സംബന്ധിക്കാൻ മാത്രമുള്ള കൂട്ടായ്മയല്ല, യാമപ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള കൂട്ടായ്മ മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഉള്ള കൂട്ടായ്മ മാത്രമല്ല, ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മയാണ്. ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മ. കുടുംബ പ്രാർത്ഥനയിൽ കൂട്ടായ്മ വേണം, കുർബാനയിലെ കൂട്ടായ്മ വേണം, കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ കൂട്ടായ്മ വേണം, ഇടവകയിലെ കൂട്ടായ്മ വേണം, എല്ലാം വേണം. എങ്കിലും പ്രവർത്തിക്കാനുള്ള, ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മ കൂടിയാണ് സിംബോളും എന്ന് പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. നമ്മൾ അങ്ങനെ ചത്ത വിശ്വാസത്തിൻ്റെ ആളുകളാകരുത്. വെറും ഭക്തരാകരുത്, ശിഷ്യന്മാരാകണം. ഈശോ ആവശ്യപ്പെട്ടത് ഭക്തന്മാരാകാനല്ല, ശിഷ്യന്മാരാകാനാണ്. ഗുരുവിൻ്റെ വഴിയെ പിഞ്ചെല്ലുന്നവരെ. അപ്പം ഞാൻ ഈ എങ്ങനെയാണ് ഒറ്റക്കെട്ടാകുക എന്നുള്ളതിന് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. വെറും ഉദാഹരണങ്ങളാണ്. ഒരു ഇടവകയിലെ കാര്യം, അവിടുത്തെ ഒരു ഇടവക്കാർ കുറച്ച് പേര് എന്നോട് പങ്കുവെച്ച കാര്യം ഞാൻ പറയാണ്. ആ പള്ളിയിൽ ഇപ്പം 3:30 ഒരു ഏകീകൃത കുർബാന, സഭയുടെ കുർബാന 3:30 രാവിലെ ഷെഡ്യൂൾഡ് സമയത്തുള്ള കുർബാനയൊക്കെ ഏതോ ഒരു സ്വതന്ത്ര സഭയുടെ കുർബാനയാണ്, ജനാഭിമുഖ കുർബാന. അത് സീറോ മലബാർ സഭയുടെ കുർബാനയല്ല. 3:30 സീറോ മലബാർ സഭയുടെ കുർബാനയുള്ളത്. ആ കുർബാനയ്ക്കാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ. ആ ഇടവകയിലെ കത്തോലിക്ക വിശ്വാസികൾ, സീറോ മലബാർ വിശ്വാസികൾ കൂടുതൽ വരും 3:30 കുർബാനയ്ക്കാണ്. ആള് കൂടുമ്പോൾ കാഴ്ച ഇല്ലേ, നമ്മളിരുന്ന പണം കൂടും. അപ്പോൾ ആളും അർത്ഥവും കൂടുന്നത് 3:30 കുർബാനയ്ക്കാണ്. ഇപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ചഞ്ചലിപ്പ് ഈ രാവിലത്തെ കുർബാനയ്ക്ക്, അതായത് ഈ സ്വതന്ത്ര സഭക്കാരുടെ കുർബാന ഉണ്ടല്ലോ, ഇല്ലിസിറ്റ് കുർബാന, അതിന് ആൾക്കാർ കാര്യമായിട്ടില്ല. ഉച്ച കഴിഞ്ഞ് 3:30 അസമയത്താണ് കുർബാന വെച്ചിരിക്കുന്നത്. അതിന് ധാരാളം ആളുകളും, അതുകൊണ്ട് തന്നെ ഈ പണം പിരിഞ്ഞു കിട്ടുന്നതും കൂടുതൽ 3:30 കുർബാനയ്ക്കാണ്. അതുകൊണ്ട് ആ കുർബാന ഒഴിവാക്കാൻ അച്ഛന് താല്പര്യമില്ല. പള്ളി നടക്കണമെങ്കിൽ ആളും അർത്ഥം വേണമല്ലോ, പള്ളി നടക്കണമെങ്കിൽ ആളും അർത്ഥം വേണം. ഇപ്പം അതെല്ലാം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:30 കുർബാനയ്ക്കാണ് ആളും അർത്ഥവും. അപ്പോൾ വികാരി അച്ഛന് രാവിലത്തെ കുർബാനയുടെ ഇച്ചിരി താല്പര്യക്കുറവ്. ഇല്ലിസിറ്റ് കുർബാന ആയതുകൊണ്ടല്ല, ഈ ആളും അർത്ഥവും ഈ 3:30 ആയതുകൊണ്ടാണ്. ഇത് നമുക്കൊരു സൂചനയാണ്, ഇതൊരു സൂചനയാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്, ഈ ഏകീകൃത കുർബാന, എല്ലാ ഷെഡ്യൂൾഡ് കുർബാന, എല്ലാ കുർബാനയും സഭയുടെ കുർബാനയും പാടൂ, അതാണ് ആദർശം. എങ്കിലും ഉച്ച കഴിഞ്ഞ് അസമയത്താണെങ്കിലും ഒരു കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായത് നമ്മൾ സമരം ചെയ്തത് കൊണ്ടാണ്. ആരുടെയും ഔദാര്യമല്ല അത്, നമ്മൾ സമരം ചെയ്തത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി 3:30 കുർബാനയ്ക്ക് പോകൂ എന്ന് തീരുമാനിച്ചാൽ, അതായത് ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് പോകില്ല എന്ന് ദൈവജനം തീരുമാനിച്ചാൽ, ഇടവക്കാർ തീരുമാനിച്ചാൽ, പിന്നെ ഒരു സമരം പോലും വേണ്ടല്ലോ. നമ്മൾ ഈ സമരം പോലും വേണ്ട. അച്ഛൻ എന്ത് ചെയ്യും? ഇടവകയിലെ സകലമാനം ജനങ്ങൾ, 90-95% ആളുകൾ നമുക്കുണ്ട്. 3:30 പോകാന്ന് പറഞ്ഞൊരു അസമയമാണ്, അസൗകര്യമാണ്. എങ്കിലും വിശ്വാസം ജീവിക്കാനായി 3:30 കുർബാനയ്ക്ക്, ഏകീകൃത കുർബാന ആയിരിക്കുന്ന 3:30 കുർബാനയ്ക്ക് ഇടവക്കാർ പോകൂ എന്ന് നിശ്ചയിച്ചാൽ അച്ഛൻ ഈ ഷെഡ്യൂൾഡ് കുർബാന, ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിട്ട് വല്ല കാര്യമുണ്ടോ? ആളുകൾ വരുമോ? ഇത് നിങ്ങൾ പയറ്റി നോക്കൂ, ജയിക്കുന്ന നോക്കാലോ നമുക്ക്. ആളും അർത്ഥമില്ലാതെ വികാരിച്ചൻ പിന്നെ ജനാഭിമുഖം ചൊല്ലിക്കോട്ടെ, ജനമില്ല അവിടെ. ജനാഭിമുഖം ചൊല്ലിയാലും ജനമുണ്ടാകില്ലല്ലോ. നമുക്കവരെ തോൽപ്പിക്കാൻ, വിമത വൈദികരെ തോൽപ്പിക്കാൻ പറ്റിയൊരു സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് പയറ്റി നോക്കൂ, ശ്രമിക്കൂ. ഇതൊരു ഞാൻ മാതൃകയായി പറയുന്നത്, എല്ലാ ഇടവകളും നടക്കണമെന്നില്ല. പക്ഷെ പറ്റുന്ന ഇടവകൾ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. എൻ്റെ വീഡിയോ കേൾക്കുന്നവര് നിങ്ങളൊന്ന് ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഈ ഒരു മാതൃക ഒന്ന് ചെയ്തു നോക്കിയേ. ഒരു സമരത്തിനും പോകാതെ, ഒരു പോലീസിനും വിളിക്കാതെ നമ്മുടെ വിമത വൈദ്യരെ മുട്ടുകുത്തിക്കാം. നമ്മുടെ കയ്യിൽ ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു സമരത്തിന് പോകാതെ നമ്മൾ വിമത വൈദ്യരെ മുട്ടുകുത്തിക്കാം. ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു മാതൃക ഞാൻ പറയാണ്. എല്ലാ ഇടവകളും പ്രാവർത്തികമാകണമെന്നില്ല, പക്ഷെ പ്രാവർത്തികമാക്കാൻ പറ്റിയ പല ഇടവകളും ഇല്ലേ? വേറെ ഇടവകയിൽ ഇന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, 90% അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ 4-5 പേരാണ് ഈ വിമത പ്രവർത്തനങ്ങൾക്കുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ സഭയുടെ കുർബാന വേണം. 1-2 പേരൊക്കെ അച്ഛന്മാരുടെ പറയും. പക്ഷേ അച്ഛന്മാർ അല്ലേ, നിങ്ങൾ അപ്പോൾ ചങ്ങനാശ്ശേരി പക്ഷമാണ്, നിങ്ങൾ കൽദായവാദികളാണ്, നിങ്ങൾ സിനഡോളികളാണ് എന്നെല്ലാം പറഞ്ഞ് ഇവരെ കളിയാക്കും. അപ്പം ഈ വ്യക്തികൾ, കുറച്ചുപേര് അച്ഛനോട് പറയാൻ പോയ വ്യക്തികൾ, ഈ 90% ആളുകൾക്ക് മാർപ്പാപ്പ അനുസരിക്കുന്ന കുർബാന മതി, അവരോട് പറഞ്ഞു,
നമുക്ക് ഒന്ന് ഒറ്റക്കെട്ടായിട്ട് വികാരിച്ചത് പറഞ്ഞാലോ? അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ ഇട്ടേച്ച് പോകും, ഇടവക ഇട്ടേച്ച് പോകും. പിന്നെ നമ്മുടെ ആധ്യാത്മിക ആവശ്യം നടക്കാണ്ട് നമ്മൾ ആ ഇടവകയിലോ ഈ ഇടവകയിലോ മറ്റൊരുത്തൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ കൂരിയെ പോകേണ്ടി വരും, അല്ലെങ്കിൽ പാമ്പളാനി പിതാവിനെ കാണേണ്ടി വരും. അതെല്ലാം ശല്യമാണ്. അപ്പം അങ്ങനെ അവിടുത്തെ ഈ സമരമല്ല, ഈ അച്ഛനോട് പറയാനുള്ള ആ തീക്ഷ്ണത അങ്ങോട്ട് പോയി. എന്താണ് ഇവിടെ പ്രശ്നം? ഭക്തരാകാൻ ശ്രമിക്കുകയാണ്, വിശ്വാസം ജീവിക്കാനല്ല ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു കുർബാന കിട്ടിയാൽ മതി, സഭയുടെ കുർബാന വേണ്ട. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? വിമതരെ പിന്തുടരുകയരുത്. മാർപ്പാപ്പ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യണേ? വിമതരെ പിന്തുടരുന്നു. അപ്പൊ നമ്മൾ മാർപ്പാപ്പയെ ധിക്കരിക്കല്ലേ? നമ്മളെ മെത്രമാര് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നു എന്ന് പറയണു, പാമ്പ്ളാനി പിതാവ് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നു എന്ന് പറയണു, തട്ടിൽ പിതാവ് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നു എന്ന് പറയണു, സിനഡ് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നു എന്ന് പറയണു. നമ്മളോ 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 വിമത വൈദികരെ പിന്തുടരുകയരുത്. വീഡിയോ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അവരെ പിന്തുടരുകയല്ല ഇപ്പോഴും. അപ്പൊ നിങ്ങൾ വിശ്വാസം ആണോ ജീവിക്കുന്നത്, അതോ ഭക്തിയാണോ? വെറും ഭക്തി, ഒരു കുർബാന കിട്ടണം എന്നുള്ളതാണോ? സഭയുടെ കുർബാന കിട്ടണ്ടേ? എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? ഞാൻ പറഞ്ഞതിൽ പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മ, ഒന്നിച്ച് വരിക, അതാണ് വിശ്വാസം. ഒരേ വചനം കൂട്ടിക്കെട്ടപ്പെടുക. നിങ്ങൾ അങ്ങനെ ചെറുത് നോക്കി ഒന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് വലിയ സമരങ്ങളൊന്നും വേണ്ടി വരികയില്ല. പക്ഷെ ഓരോ ഇടവകയിലും അതിന് മുൻകൈ എടുക്കാൻ ആളുകൾ വേണം, കൂടെ നിൽക്കാൻ ആളുകൾ വേണം, വിനയം വേണം, ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ സഹകരണ മനോഭാവം വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയണം. ഇല്ലെങ്കിൽ ഇതൊന്നും വരില്ല. നമ്മുടെ സ്വാർത്ഥതയാണ് ഇങ്ങനെ മുഴച്ചു നിൽക്കുക. നമ്മുടെ പല പ്രസ്ഥാനങ്ങളും, എറണാകുളത്തെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒരുപാട് സംഘടനകളുണ്ടായി. എന്തേ സംഘടനയൊക്കെ പരാജയപ്പെട്ടത്? ദൈവത്തെക്കാളും വലുത് ഞങ്ങളുടെ സംഘടനയാണ് എന്ന് കരുതുന്നവരാണ് കുറേ പേര്. ദൈവത്തെക്കാളും വലുത്. ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് നിസ്കാരമുറി കൊടുത്ത മാർപ്പാപ്പയല്ല, നമ്മളാണ് ഒന്നാം പ്രമാണം ലംഘിക്കുന്നത്. ദൈവത്തെക്കാൾ വലുത് ഞങ്ങളാണ്. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ കുറച്ചെങ്കിലും പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. അപ്പം അത് മാറ്റി നിർത്താനുള്ള, നമുക്ക് നമ്മളെ തന്നെ സ്വയം ശൂന്യവൽക്കരിക്കാനുള്ള ആ വലിയ കൃപ, ഔദാര്യം നമുക്ക് വേണം. വേറൊരു സംഭവം കൂടി പറയാം. ഞാൻ ഒക്ടോബർ 30 നാട്ടിലെത്തിയത്. ഞാൻ എല്ലാ ദിവസവും ഒന്ന് നടക്കാൻ പോകും. അപ്പോൾ ഞാൻ നടക്കാൻ പോകുമ്പോൾ റോഡിന് കുറുകെ അപ്പുറത്തുള്ള വശത്ത് നിന്ന് ഒരാൾ അച്ചോ അച്ചോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ നിന്നു. അപ്പോൾ കുറേ വണ്ടികൾ പോകാനുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു, പുള്ളിയും വെയിറ്റ് ചെയ്തു. വണ്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. ആ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എറണാകുളംകാരനാണ് അച്ചോ, ഞാൻ എറണാകുളംകാരനാണ്. ഞാൻ എൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ഒരു പേടിയല്ല, എന്നാലും ഒരു ദൈവമേ ഇനി വല്ല മുന്നേറ്റക്കാരനാണാവോ, ആത്മായ മുന്നേറ്റക്കാരനാവോ, എന്ത് കഴിഞ്ഞാണാവോ വന്നത്, തല്ലോ കൊല്ലുന്നുള്ള പേടി എനിക്കില്ല. പക്ഷെ വേറെ ഉണ്ടല്ലോ, ഇവർക്ക് ഒരുപാട്, ഈ മുന്നേറ്റക്കാർക്ക് ഒരുപാട് വൃത്തികെട്ട സ്വഭാവമുണ്ട്. അങ്ങനെ വല്ല വൃത്തികെട്ട സ്വഭാവം കാണിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ സംശയിച്ച് പുള്ളി പറഞ്ഞു, പേടിക്കണ്ട അച്ചോ, പേടിക്കണ്ട, ഞാൻ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഇടവകയിൽ 94% അങ്ങനെയാണ്. പക്ഷേ ഒരുമിച്ച് വന്ന് വികാരിച്ചത് പറയാൻ ഞങ്ങളാരും തയ്യാറല്ല. എന്താ കാര്യം? നമ്മൾ ശീലിച്ചത് എന്താണെന്നോ, വികാരിച്ചമാർ പറയുന്നത് അനുസരിക്കുക. നമ്മൾ മാർപ്പാപ്പ പറയുന്നത് പറഞ്ഞാൽ പോലും വികാരിച്ചമാരാണ് നമ്മളുടെ മാർപ്പാപ്പയുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മെത്രാന്മാർ അറിയിച്ച കാര്യം പറയുക. ഞങ്ങളുടെ അച്ഛന്മാരിങ്ങനെ തലതിരിഞ്ഞ് പോയ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതുവരെ ശീലിച്ച് വന്ന നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ, വികാരിച്ചമാരെ അനുസരിക്കുക. കാരണം വികാരിച്ചമാരെ മെത്രാന്മാർ അനുസരിക്കുമെന്നും മെത്രാന്മാർ മാർപ്പാപ്പയെ അനുസരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു. നമ്മുടെ സഭയിൽ തലതിരിഞ്ഞ് പോയി എന്ന കാര്യം നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയണേ. അപ്പോൾ അച്ഛൻ്റെ വീഡിയോസിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ വൈദികർ ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങളുടെ മെത്രാന്മാർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഞങ്ങൾ ഇപ്പം, എനിക്ക് 45 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി. ഇത്രയും വർഷം ഞങ്ങൾ പഠിച്ചതിൽ നിന്നും മാറി ചിന്തിക്കാൻ, ഈ വികാരിച്ചൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചെന്ന് പറയാൻ അതിനുള്ള ചങ്കൂറ്റം, അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത, ചങ്കൂറ്റൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ശീലമില്ലാത്തതിനാൽ പോയി പറയാൻ ആളുകളില്ല. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും എല്ലാ ഇടവകളിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഈ വാർത്തകൾ ഇങ്ങനെയാണ്. ചുരുക്കത്തിൽ അപ്പോൾ പുള്ളി കണ്ട് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷർട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പം പബ്ലിഷ് ചെയ്യരുത്, ഈ 8 തീയതി കഴിഞ്ഞിട്ട്, നവംബർ 8 കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു, എനിക്ക് പബ്ലിഷ് ചെയ്യുന്നത് വേണ്ട, എനിക്ക് എൻ്റെ 2 ചേട്ടന്മാർക്കൊന്നും കൊടുക്കാൻ വേണ്ടിയാണ്. മാണിപ്പമ്പളച്ചിനെ കണ്ട് സെൽഫി എടുത്തെന്ന് പറഞ്ഞാൽ അവർക്കത്
വലിയൊരു സന്തോഷമാകും, അതുകൊണ്ട് സെൽഫി എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, രണ്ടും കൽപ്പിച്ച് നമ്മുടെ മെത്രാന്മാർ ഒന്നും ഒരുമ്പിട്ടിറങ്ങിയാൽ ഈ ദൈവജനം മുഴുവൻ, എറണാകുളത്ത് ദൈവജനം മുഴുവൻ കൂടി ഉണ്ടാകും. അത് ഉറപ്പാണ്. എനിക്ക് കിട്ടുന്ന സകല ഈ പൾസും അങ്ങനെയാണ്, ദൈവജനത്തിന്റെ പൾസ് മുഴുവൻ അങ്ങനെയാണ്. അതായത് മെത്രാന്മാർ രണ്ടും കൽപ്പിച്ചങ്ങ് മുന്നിട്ടിറങ്ങിയാൽ ദൈവജനം മുഴുവൻ കൂടെ ഉണ്ടാകും. അതിന് പകരം അൽമായ മുന്നേറ്റക്കാര് ഓരോ ഇടവകയിലും ഗുണ്ടാ സംഘങ്ങളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് നമ്മൾ പേടിക്കണമെന്നും പറഞ്ഞ് മെത്രാന്മാര് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടും സഭയോടും കൂറ് പുലർത്താതിരുന്നാൽ, അൽമായ മുന്നേറ്റക്കാര് ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയിട്ടുണ്ടെന്ന പേരും പറഞ്ഞ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടും സഭയോടും കൂറ് പുലർത്താതിരുന്നാൽ, മെത്രാന്മാരെ, നരക കവാടങ്ങൾ നിങ്ങൾക്കായി മലർക്കെ തുറക്കപ്പെടും. ഇതിനേക്കാൾ കഠിനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.